നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. വിലക്കുറവ് എന്നൊരൊറ്റ ആകർഷണത്തിൽ ലോകത്തെ വിഡ്ഢികളാക്കിയിരുന്ന ചൈനീസ് ആയുധ നിർമ്മാതാക്കൾ ഇന്ന് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. പാകിസ്ഥാൻ മുതൽ വെനിസ്വേല വരെയും മ്യാൻമർ മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ വരെയും ഇന്ന് ചൈനീസ് ആയുധങ്ങൾ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ തിരികെ നൽകുകയോ ആണ് ചെയ്യുന്നത്. കേവലം ഏതാനും ഉപകരണങ്ങളുടെ തകരാറല്ല ഇത്, മറിച്ച് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന അടിസ്ഥാനപരമായ സാങ്കേതിക പരാജയമാണിന്ന് ലോകം കാണുന്നത്. വിലക്കുറവ് കണ്ട ചൈനീസ് ആയുധങ്ങൾ വാങ്ങിയത് തങ്ങൾക്ക് പറ്റിയ വലിയൊരു ചതിയോ എന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അവരിന്ന് വിശ്വാസമർപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സാമഗ്രികളിലാണ്. ചൈനീസ് ആയുധങ്ങളുടെ യഥാർത്ഥ ശേഷി ലോകം കണ്ടത് 2025 മെയ് മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിലൂടെയാണ്. ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് പാക് അധീന കാശ്മീരിലെയും പഞ്ചാബ് പ്രവിശ്യയിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ മിന്നലാക്രമണം യഥാർത്ഥത്തിൽ ചൈനീസ് പ്രതിരോധ സാങ്കേതികവിദ്യയുടെ ശവപ്പറമ്പായിട്ടാണ് മാറിയത്. പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധത്തിനായിട്ട് പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത് ചൈനീസ് നിർമ്മിതമായിട്ടുള്ള HQ-9B സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റങ്ങളെയും YLC-8E റഡാറുകളെയുമായിരുന്നു. എന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ബ്രഹ്മോസ് മിസൈലുകളും സ്കാൾപ്പ് മിസൈലുകളുമെല്ലാം പാകിസ്ഥാൻ്റെ ആകാശത്തേക്ക് കുതിച്ചെത്തിയപ്പോൾ ഈ ചൈനീസ് റഡാറുകൾ പൂർണ്ണമായിട്ടും അന്ധമായിപ്പോയി. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ ചൈനീസ് റഡാറുകളെ നിഷ്പ്രയാസം ജാം ചെയ്തു. ഒരു ഇന്ത്യൻ മിസൈലിനെ പോലും തടയാനായിട്ട് പാകിസ്ഥാൻ്റെ HQ-9 സിസ്റ്റത്തിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ലാഹോറിലെയും സിയാൽകോട്ടിലെയും പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങളും തകർന്ന് തരിപ്പണമായി. ഇതിലും വലിയ നാണക്കേടാണ് വ്യോമയുദ്ധത്തിൽ പാകിസ്ഥാൻ നേരിട്ടത്. പാകിസ്ഥാൻ്റെ J-10C ഫൈറ്റർ ജെറ്റുകളിൽ നിന്നും തൊടുത്തുവിട്ട ചൈനയുടെ ഏറ്റവും ആധുനികമെന്ന് പറയപ്പെടുന്ന PL-15 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളെ ലക്ഷ്യം കാണാതെ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. പല മിസൈലുകളും വായുവിൽ വെച്ച് തന്നെ തകരാറിലാകുകയോ അല്ലെങ്കിൽ ഗൈഡൻസ് സിസ്റ്റം പരാജയപ്പെട്ട് ലക്ഷ്യം തെറ്റി വീഴുകയോ ചെയ്തു. കോടിക്കണക്കിന് ഡോളർ മുടക്കി പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടിയ ചൈനീസ് ആയുധങ്ങൾ ഒരു യഥാർത്ഥ യുദ്ധമുഖത്ത് വെറും നോക്കുകുത്തികളാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. പാകിസ്ഥാൻ വിഭാവനം ചെയ്ത ഇസ്ലാമിക് നാറ്റോ എന്ന ആശയത്തിന് പോലും ഈ ചൈനീസ് ആയുധങ്ങളുടെ പരാജയം വലിയ തിരിച്ചടിയാണ് നൽകിയത്. ഏഷ്യയിൽ മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയിലും ചൈനീസ് ആയുധങ്ങൾ വൻ ദുരന്തമാണ് സൃഷ്ടിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെനിസ്വേല. 2026 ജനുവരിയിൽ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാനായിട്ട് അമേരിക്കൻ സേന നടത്തിയ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് ചൈനീസ് പ്രതിരോധ വ്യവസായമേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. 2000 കോടി ഡോളറിലധികം മുടക്കിയാണ് വെനിസ്വേല തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിച്ചത്. ഇതിൻ്റെ നട്ടെല്ല് ചൈനീസ് നിർമ്മിതമായ JY-27A മെട്രിക് വേവ് റഡാറുകളായിരുന്നു. അമേരിക്കയുടെ F-22, F-35 തുടങ്ങിയ സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും 400 കിലോമീറ്റർ അകലെ വെച്ച് കണ്ടെത്താൻ കഴിയുന്ന സ്റ്റെൽത്ത് കില്ലറുകൾ എന്നാണ് ചൈന ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ അമേരിക്കൻ സേനയുടെ ഇലക്ട്രോണിക് ആക്രമണങ്ങളുടെ മുമ്പിൽ ഈ റഡാറുകൾ ആദ്യ മിനിറ്റിൽ തന്നെ പ്രവർത്തനരഹിതമായി. ചൈനീസ് റഡാറുകൾക്ക് അമേരിക്കൻ വിമാനങ്ങളുടെ നിഴൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. റഡാറുകൾ മാത്രമല്ല, വെനിസ്വേല വലിയ വില കൊടുത്ത് വാങ്ങിയ ചൈനീസ് BN-4 കവചിത വാഹനങ്ങളും K-8W പരിശീലന വിമാനങ്ങളും എല്ലാം എന്തിനെന്നില്ലാതെ തകർന്നു വീണു. സ്പെയർ പാർട്സുകളുടെ അഭാവം കൊണ്ടും മോശം മെയിൻ്റനൻസ് കൊണ്ടും വെനിസ്വേലയിലെ 60% ചൈനീസ് റഡാറുകളും അമേരിക്കൻ ആക്രമണത്തിന് മുൻപേ തന്നെ തുരുമ്പെടുത്ത് നശിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. വിലക്കുറവിൻ്റെയും ആകർഷകമായ ഫിനാൻസിങ്ങിൻ്റെയും പേരിൽ ചൈനീസ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ന് ദുഃഖിക്കുകയാണ്. നൈജീരിയൻ വ്യോമസേന വലിയ പ്രതീക്ഷയോടെ വാങ്ങിയ ചൈനീസ് നിർമ്മിത F-7 യുദ്ധവിമാനങ്ങൾ സാങ്കേതിക തകരാറുകൾ കാരണം നിരന്തരം അപകടത്തിൽപ്പെടുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ബാക്കിയുള്ള 7 വിമാനങ്ങൾ അവർ ചൈനയിലേക്ക് തന്നെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് തിരിച്ചയക്കേണ്ടതായിട്ടും വന്നു. കെനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഫ്രിക്കൻ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്കായിട്ട് ചൈനീസ് ആർമേഡ് പേഴ്സണൽ കാരിയറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അടിസ്ഥാനപരമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും ഇല്ലാത്ത ഈ വാഹനങ്ങൾ ചെറിയ മൈൻ സ്ഫോടനങ്ങളിൽ പോലും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ വിലയേറിയ ജീവനുകളാണ് ഈ ചൈനീസ് കവചിത വാഹനങ്ങളുടെ ഗുണനിലവാരമില്ലായ്മ കാരണം കെനിയൻ സൈന്യത്തിന് നഷ്ടമായത്. ഇനി നമ്മൾ ഏഷ്യയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, പാകിസ്ഥാനും ചൈനയും സംയുക്തമായിട്ട് നിർമ്മിച്ച JF-17 തണ്ടർ യുദ്ധവിമാനങ്ങളുടെ അവസ്ഥ അതിദയനീയമാണ്.
മ്യാൻമർ വ്യോമസേന 2018 വാങ്ങിയ ഈ വിമാനങ്ങളുടെ ബോഡിയിൽ വെറും 4 വർഷം കൊണ്ട് വലിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇവയുടെ KLJ-7 റഡാറുകൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, മിസൈലുകൾ കൃത്യമായിട്ട് വിക്ഷേപിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്ന് മ്യാൻമർ തങ്ങളുടെ JF-17 ഫ്ലീറ്റ് മുഴുവൻ ഉപേക്ഷിച്ച് ഷെഡുകളിൽ തള്ളിയിരിക്കുകയാണ്. ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിനും ചൈനീസ് ആയുധങ്ങൾ വലിയ ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. അവർ വാങ്ങിയ ചൈനീസ് K-8W പരിശീലന വിമാനങ്ങൾ വെടിക്കോപ്പുകൾ കൃത്യമായിട്ട് ഫയർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന്. പല വിമാനങ്ങളും പറക്കാൻ കഴിയാതെ ഗ്രൗണ്ട് ചെയ്ത് കിടക്കുകയാണ്. കരയിലും ആകാശത്തും മാത്രമല്ല, കടലിലും ചൈനീസ് സാങ്കേതികവിദ്യ പരാജയമാണ്. 2017 ബംഗ്ലാദേശ് നാവികസേന വാങ്ങിയ 2 ചൈനീസ് മിങ് ക്ലാസ് അന്തർവാഹിനികൾ ഇന്ന് യാതൊരു ഉപയോഗവുമില്ലാതെ ഡോക്കിൽ കിടക്കുകയാണ്. നിരന്തരമായ എൻജിൻ തകരാറുകളും പവർ ഫെയിലിയറുമാണ് കാരണം. കാലാവധി കഴിഞ്ഞ ഈ സബ്മറീനുകൾ പെയിൻ്റ് അടിച്ച് പുതിയതെന്ന വ്യാജേന ബംഗ്ലാദേശിന് വിൽക്കുകയായിരുന്നു ചൈന. ആധുനിക യുദ്ധങ്ങളിലെ നിർണായകമായ ഡ്രോണുകളുടെ കാര്യത്തിലും ചൈനീസ് തട്ടിപ്പ് പുറത്തായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഇറാഖ്, ജോർഡാൻ തുടങ്ങിയ രാജ്യങ്ങൾ വാങ്ങിയ ചൈനീസ് നിർമ്മിത റെയിൻബോ കോമ്പാറ്റ് ഡ്രോണുകൾ വെറും 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകരാറിലാകുന്നു. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഡ്രോണുകൾ ജോർഡാൻ പിന്നീട് ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വയ്ക്കേണ്ട ഗതികേടിലായി. ചൈനീസ് ആയുധങ്ങൾ ലോകമെങ്ങും നാണം കെടുന്ന ഇതേ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ആയുധങ്ങൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുന്നത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർസോണിക് ക്രൂസ് മിസൈലായിട്ട് മാറിയിരിക്കുന്നു. മാക് 2.8 വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസിനെ തടയാനായിട്ട് ലോകത്ത് ഇന്ന് ഒരു സിസ്റ്റത്തിനും ആവില്ല. ഫിലിപ്പീൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങാൻ ക്യൂ നിൽക്കുന്നത് ഈ കൃത്യത കണ്ടിട്ടാണ്. അസർബൈജാനുമായിട്ടുള്ള യുദ്ധത്തിൽ പ്രതിസന്ധിയിലായ അർമേനിയ സുരക്ഷയ്ക്കായിട്ട് ചൈനീസ് ആയുധങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. പകരം അവർ തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകളുമാണ്. വെറും 44 സെക്കൻഡുകൾക്കുള്ളിൽ 6 യൂണിറ്റുകളിൽ നിന്നും ഒരേ സമയം 72 റോക്കറ്റുകൾ വിക്ഷേപിച്ച് ശത്രുപാളയങ്ങളെ ചാമ്പലാക്കാൻ കഴിവുള്ള പിനാകയ്ക്ക് മുമ്പിൽ നിൽക്കാനായിട്ട് ചൈനീസ് സിസ്റ്റങ്ങൾക്ക് സാധ്യമല്ല. ഇതുകൂടാതെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള കല്യാണി M4 പോലെയുള്ള കവചിത വാഹനങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വിൽക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. ചൈനീസ് വാഹനങ്ങളെ പോലെയല്ല, അതിമാരകമായ മൈൻ സ്ഫോടനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നവയാണ് ഇന്ത്യൻ വാഹനങ്ങൾ. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച INS വിക്രാന്ത എന്ന വിമാനവാഹിനി കപ്പലും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് നിർമ്മിക്കുന്ന യുദ്ധക്കപ്പലുകളും ഇന്ന് വിശ്വസ്തതയുടെ പര്യായമാണ്. എന്തുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് ഇത്രയും വലിയ ശക്തിയായിട്ടും ചൈനീസ് ആയുധങ്ങൾ നിരന്തരം പരാജയപ്പെടുന്നത്? ഇതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് കോപ്പിയടി അഥവാ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ചൈനയുടെ ഭൂരിഭാഗം ആയുധങ്ങളും റഷ്യയുടെയോ അമേരിക്കയുടെയോ സാങ്കേതികവിദ്യ മോഷ്ടിച്ചുണ്ടാക്കിയതാണ്. പുറമേ കാണാൻ വലിയ ഗാംഭീര്യവും ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ എഞ്ചിനീയറിംഗ് ചൈനയ്ക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാരണം പുവർ ക്വാളിറ്റി, അതായത് ഗുണനിലവാരമില്ലായ്മ. വില കുറയ്ക്കാൻ വേണ്ടി നിലവാരമില്ലാത്ത ലോഹങ്ങളും ഇലക്ട്രോണിക്സുമാണ് അവർ അവരുടെ ആയുധങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് യുദ്ധമുഖത്തെ പരിചയക്കുറവ്. തങ്ങളുടെ ആയുധങ്ങൾ യഥാർത്ഥ യുദ്ധമുഖത്ത് പരീക്ഷിക്കാനായിട്ട് ചൈനയ്ക്ക് ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല. ലബോറട്ടറി ടെസ്റ്റിംഗ് മാത്രമാണ് അവരുടെ ഏക ആശ്രയം. നാലാമതായിട്ട് മോശം സർവീസ്. ആയുധം വിറ്റ് കാശാക്കുക എന്നത് മാത്രമാണ് ചൈനയുടെ ലക്ഷ്യം. അറ്റകുറ്റപ്പണികൾക്കോ വാറണ്ടിക്കോ അവർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. കേടുപാടുകൾ പരിഹരിക്കാനായിട്ട് അവർ വീണ്ടും ഉയർന്ന താരിഫ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഒരു ആയുധം വിപണിയിൽ ഇറക്കുന്നത് അതികഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. -50 ഡിഗ്രി തണുപ്പുള്ള സിയാച്ചിനിലും 50 ഡിഗ്രിക്ക് മുകളിൽ ചൂടുള്ള രാജസ്ഥാൻ മരുഭൂമിയിലും തങ്ങളുടെ സേനകൾ നിരന്തരം പരീക്ഷിച്ച് വിജയിച്ച ആയുധങ്ങൾ മാത്രമാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്നത്. ഇന്ത്യയുടെ റഡാറുകളിലും ഗൈഡൻസ് സിസ്റ്റങ്ങളിലും ലോകോത്തര സോഫ്റ്റ്വെയറുകളും അത്യാധുനിക ലേസർ സാങ്കേതികവിദ്യകളുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈനയെപ്പോലെ രാജ്യങ്ങളെ കടക്കണിയിലാക്കുന്ന നയങ്ങളും ഇന്ത്യക്കില്ല. സുതാര്യമായ ഇടപാടുകൾ മാത്രമാണ് നമ്മുടേത്. ആയുധങ്ങൾ അടിച്ചേൽപ്പിക്കാനോ രാജ്യങ്ങളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാനോ ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല. സുഹൃത്തുക്കളെ, ഇന്ന് കണക്കുകൾ നമ്മളോട് സത്യം വിളിച്ച് പറയുകയാണ്. 2013-14 കാലഘട്ടത്തിൽ വെറും 686 കോടി രൂപയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി. ഇന്ന് അത് 21,083 കോടി രൂപയായിട്ട് വളർന്നിരിക്കുന്നു.
ഇന്ന് ലോകത്തെ 85-ലധികം രാജ്യങ്ങളാണ് ഇന്ത്യയുടെ സൈനിക സാങ്കേതിക വിദ്യയെ നെഞ്ചിലേറ്റുന്നത്. ചൈനീസ് ആയുധങ്ങളുടെ പളപളപ്പ് വെറും പെയിൻറ്റിൽ മാത്രമാണെന്ന് പാകിസ്ഥാനും വെനിസ്വേലയും ആഫ്രിക്കൻ രാജ്യങ്ങളും ലോകത്തിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. അവിടെയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന നമ്മുടെ സ്വപ്നത്തിൻ്റെ യഥാർത്ഥ വിജയം. ലോകരാജ്യങ്ങളുടെയും പ്രതിരോധ മേഖലയുടെയും കൂടുതൽ മികച്ച വിശകലനങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.